എൻ്റെ കൊളസ്ട്രോൾ ഹൈ ആണല്ലോ ഡോക്ടറെ, എനിക്ക് ഹൃദയാഘാതം വരുമോ? ഞാൻ എന്തൊക്കെ ഭക്ഷണമാണ് കഴിക്കേണ്ടത്? ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. നമ്മൾ ഭക്ഷണത്തിൽ ഒരു എണ്ണക്കടി ഇല്ലാതെ, ഒരു പൊരിച്ച കടി ഇല്ലാതെ, അല്ലെങ്കിൽ എണ്ണമയമായിട്ടുള്ളൊരു ഭക്ഷണം ഇല്ലാതെ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് കുറച്ച് ക്ഷമിക്കാതെ നമുക്ക് കൊളസ്ട്രോൾ കുറക്കാൻ പറ്റില്ല കേട്ടോ. കുഴപ്പമില്ല, നിങ്ങൾക്ക് പകരം വെക്കാൻ പറ്റിയിട്ടുള്ള വേറൊരു കൊഴുപ്പുണ്ട്. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്നറിയപ്പെടുന്ന പൂരിത കൊഴുപ്പാണ് നിങ്ങൾക്ക് അപകടം. പക്ഷേ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറയുന്ന അപൂരിത കൊഴുപ്പ് നിങ്ങൾക്ക് കൊളസ്ട്രോൾ കുറക്കാൻ സഹായിക്കുന്നതാണ്. ഒലീവ് ഓയിൽ, റാപ്സീഡ് ഓയിൽ അല്ലെങ്കിൽ സൂര്യകാന്തി എണ്ണ, ഇതൊക്കെ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ്. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് നമ്മൾ കഴിക്കുന്ന നെയ്യുണ്ടല്ലോ, നെയ്യ്, അത് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ്. പിന്നെ വെണ്ണ, ചിലരൊക്കെ മാംസത്തിൻ്റെ ഓയിലൊക്കെ ഉപയോഗിക്കാറുണ്ട്, ചില പന്നി ഓയിലൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. ഇതൊക്കെ ഡേഞ്ചറായിട്ടുള്ള സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. ഇതിന് ബദലായിട്ട് നമുക്ക് ഒലീവ് എണ്ണയോ അല്ലെങ്കിൽ സൂര്യകാന്തി എണ്ണ പോലത്തെ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് രുചിയും കിട്ടും, നമ്മുടെ ഹെൽത്ത് അതുകൊണ്ട് കൊളസ്ട്രോൾ കുറയ്ക്കുകയും ചെയ്യും, അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഒഴിവാക്കുകയും ചെയ്യാം. നിങ്ങളിപ്പോൾ ഒരു ബിസ്ക്കറ്റ് കഴിക്കുകയാണെങ്കിലും ഒരു ചോക്ലേറ്റ് കഴിക്കുകയാണെങ്കിലും മറ്റെന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അതിലൊക്കെ അടങ്ങിയിട്ടുള്ള സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് അല്ലെങ്കിൽ പൂരിത കൊഴുപ്പിൻ്റെ അളവ് എത്രയാണ് എന്ന് നോക്കാം. അത് കൂടുതൽ അടങ്ങിയതാണെങ്കിൽ അത് ലിമിറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആരോഗ്യപരമായിട്ടുള്ള അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ടിലേക്ക് നിങ്ങൾ മാറ്റേണ്ടതുണ്ട്. നമ്മൾ കഴിക്കുന്ന ചുവന്ന മാംസം, അതിലൊരുപാട് ഈ ചീത്ത കൊളസ്ട്രോളാണ് അടങ്ങിയിരിക്കുന്നത്, ഈ ചീത്ത സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് അടങ്ങിയിരിക്കുന്നത്. എന്നാൽ പല മത്സ്യങ്ങളിലും ഇത് നേരെ വിപരീതമാണ്, അതിൽ നല്ല പൂരിത കൊഴുപ്പുകളാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ധാരാളം ഈ ചുവന്ന മാംസവും ഇറച്ചിയൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അതിന് പകരം മത്സ്യം കഴിക്കാൻ വേണ്ടി നോക്കാം. കൊളസ്ട്രോൾ കുറക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഭക്ഷ്യവസ്തു ഏതാണെന്ന് അറിയോ? ഓട്സും ബാർലിയുമാണ്. ഈ ഓട്സിലും ബാർലിയിലും സൊലുബിളായിട്ടുള്ള ഒരു തരം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ബീറ്റാ ഗ്ലൂക്കാൻസ് എന്നാണ് പറയുന്നത്. ഈ ബീറ്റാ ഗ്ലൂക്കാൻ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് ശരീരത്തിനുള്ളിൽ എത്തിയിട്ട് വയറ്റിലൊരു ജെല്ലായിട്ട് ഫോം ചെയ്യും. ഈ ജെല്ലായിട്ട് ഫോം ചെയ്യുമ്പം നമ്മുടെ ഭക്ഷ്യവസ്തുക്കളിൽ നിന്നുള്ള കൊളസ്ട്രോൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് തടയാൻ ഇത് സഹായിക്കും. ദിവസം 3 ഗ്രാം ബീറ്റാ ഗ്ലൂക്കാനെങ്കിലും നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തുകയാണെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിലേക്ക് കൊളസ്ട്രോൾ കൂട്ടുന്നത് ഒരു പരിധിവരെ തടയാൻ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിന് എത്ര നിങ്ങൾ കഴിക്കണം? ഇപ്പോൾ നിങ്ങളൊരു 40 ഗ്രാം ഓട്സ് ഇട്ടിട്ടൊരു കഞ്ഞി കുടിക്കുകയാണെങ്കിൽ അതിൽ 1.4 ഗ്രാം എത്തും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു 90 ഗ്രാമോ 100 ഗ്രാമോ ഓട്സ് ഒരു ദിവസം എത്തിയാൽ തന്നെ നമുക്ക് വേണ്ട 3 ഗ്രാം ബീറ്റാ ഗ്ലൂക്കാൻ അതിലൂടെ കിട്ടും. നിങ്ങളുടെ ഭക്ഷണത്തിൽ ഏതെങ്കിലും ഒക്കെ ഒരു പോർഷനിൽ 1, 2, 3 തവണകളായിട്ട് ഒരു ദിവസം ഓട്സും ബാർലിയും പോലത്തത് മിക്സ് ചെയ്ത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. പിന്നെ രാവിലെ നിങ്ങൾ കഞ്ഞിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് പിന്നെ മറ്റ് കൊഴുപ്പടങ്ങിയിട്ടുള്ള മറ്റ് കേക്കുകളൊക്കെ കഴിക്കുന്നതിന് പകരം ഈ ബാർലിയുടെയൊക്കെ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട്സ് കഴിക്കാൻ വേണ്ടി നോക്കുക. അത് നിങ്ങൾ കൊളസ്ട്രോൾ കുറക്കാൻ സഹായിക്കും. എത്ര പറഞ്ഞാലും ഞാൻ നന്നാവില്ല എന്നുള്ള തീരുമാനത്തിലാണ് നമ്മളെന്ന് തോന്നുന്നു, ഞാനടക്കം. നമ്മൾ 5 നേരത്തെയും ഭക്ഷണത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ ഉൾപ്പെടുത്തേണ്ട സാധനം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ്. അത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റും. ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിലൊരുപാട് നാര് അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള പല രോഗങ്ങളും വരുന്നത് തടയാൻ അതിലൂടെ നമുക്ക് സാധ്യമാവും. ഇന്ന് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സ്നാക്കുകളാക്കിയിട്ട് കേക്ക്സും മറ്റുമൊക്കെ ബിസ്ക്കറ്റൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അതിന് ഡ്രൈ ആയിട്ടാണെങ്കിൽ ഡ്രൈ ആയിട്ട് അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് കഴിക്കുന്നൊരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ കഴിക്കേണ്ടത് നട്ട്സും സീഡ്സുമാണ്. നമുക്കറിയാം ഇതിലും ഒരുപാട് അപൂരിത കൊഴുപ്പുകൾ അടങ്ങിയിട്ടുണ്ട്, അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അടങ്ങിയിട്ടുണ്ട്, നാരും അടങ്ങിയിട്ടുണ്ട്. ഓവറായി കഴിഞ്ഞാൽ എക്സസ് കലോറി എത്തും എന്നത് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരളവിൽ ഒരു 30 ഗ്രാമോ 50 ഗ്രാമോ കഴിക്കുകയാണെങ്കിൽ അത് നമ്മൾ കൊളസ്ട്രോൾ കുറക്കാൻ നല്ല സഹായകരമാണ്. ചേർക്കാതെ കഴിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നട്ട്സും സീഡ്സും ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെയും കഴിക്കാം. ബീൻസ്, പയർ, കടല തുടങ്ങിയവയും കൊളസ്ട്രോൾ കുറക്കാൻ നല്ലൊരു ഓപ്ഷനാണ്.
സസ്യാധിഷ്ഠിതമായിട്ടുള്ള ഒരുപാട് പ്രോട്ടീനുകളുടെ ഒരു വലിയ ഉറവിടമാണ് ഇവ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ കഴിക്കുന്ന റെഡ് മീറ്റുകൾക്കും മറ്റും ബദലായിട്ട് ഇതുപോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി നോക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ന് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചത് കുറച്ച് കടലക്കറിയും പാലുമാണ്. നമ്മൾ കടലക്കറി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അതൊരു അതിൻ്റെ കൂടെയുള്ള ഒരു നമ്മൾ സാധാരണ കഴിക്കുന്ന പൊറോട്ടേൻ്റെ പത്തിരിയോ കൂടെ കഴിക്കേണ്ട ഒന്നാണ്. പക്ഷെ അതിനേക്കാളും പ്രാധാന്യം നിങ്ങൾ കടലക്കറിക്ക് കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ കഴിക്കുന്നൊരു ശീലം ഉണ്ടാക്കുക. തീർച്ചയായിട്ടും കൊളസ്ട്രോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെങ്കിലും ഈ കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടി ചിലപ്പോൾ നമുക്ക് മരുന്നുകൾ കഴിക്കേണ്ടി വരും. അത് ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ടല്ല. മരുന്നുകൾക്കൊപ്പം നിങ്ങൾക്ക് കഴിച്ചുകൊണ്ടാണെങ്കിൽ അത് കഴിച്ചുകൊണ്ട്, ഇനി അല്ലാത്തവർക്കാണെങ്കിൽ അത് കഴിക്കാതെ നിങ്ങൾ കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഭക്ഷണ രീതികളാണ് ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തിയത്. ഓക്കെ, ബി ഹെൽത്തി, ബൈ.